ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നാളത്തേക്കുള്ള ഫ്രൈഡേയിലേക്കുള്ള മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ആണ്. അതിനോടൊപ്പം തന്നെ ഇന്നലെ ഞാൻ കുറച്ച് ലെവൽസ് പ്രൊവൈഡ് ചെയ്തായിരുന്നു. അപ്പോൾ ആ ലെവൽസിന് മാർക്കറ്റ് റിയാക്ട് ചെയ്തു. ആ ലെവൽസിൽ എങ്ങനെയൊക്കെയാണ് മാർക്കറ്റ് നമുക്ക് എൻട്രി മോഡൽസ് എന്തെങ്കിലും ആ ഒരു ലെവൽസിൽ വന്നോ എന്നുള്ള കാര്യങ്ങളും അതിനോടൊപ്പം തന്നെ ഞാൻ ഇന്നെടുത്ത എൻ്റെ ട്രേഡിൻ്റെ ലോജിക്കും കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ നിഫ്റ്റിയിലെ 3 മിനിറ്റ് ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഞാൻ ഇന്നലെ 2 കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. മാർക്കറ്റ് ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആവാനായിരിക്കും ഫസ്റ്റ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചാൻസസ് കൂടുതൽ. അപ്പോൾ ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നുകിൽ മാർക്കറ്റിന് എന്ത് ചെയ്യാം, ഒരു ഫ്ലാറ്റ് ഓപ്പൺ തന്നതിന് ശേഷം ഷാർപ്പായിട്ട് ഡൗൺ സൈഡിലോട്ട് മാർക്കറ്റിന് മൂവ്മെൻറ്റ് തരാം. അല്ലെങ്കിൽ മാർക്കറ്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നു എന്ത്, ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ തന്നതിന് ശേഷം ഈ ഒരു ലെവലിൻ്റെ ഉള്ളിൽ നിന്ന് മാർക്കറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, ഫെർദർ അപ്സൈഡിലോട്ടുള്ള ഒരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതായിരുന്നു. ആ ഒരു ലെവൽസായിട്ട് ഞാൻ പറഞ്ഞത് ഈ 2 ഏരിയാസ് ആയിരുന്നു. ഈ 2 ഏരിയാസിൻ്റെ ഉള്ളിലോട്ട് മാർക്കറ്റ് നാളത്തെ ദിവസം എത്താനുള്ള ഒരു ഹൈ പ്രോബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ആ ലെവൽസിലോട്ട് മാർക്കറ്റ് അക്കംപ്ലിഷ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. എന്നിട്ട് ഞാൻ പറഞ്ഞത് ഈ ഒരു ലെവൽസിൽ നിന്ന് വേണമെങ്കിൽ മാർക്കറ്റിന് റിയാക്ട് ചെയ്തുകൊണ്ട് അപ്സൈഡിലോട്ട് നല്ല രീതിയിൽ ഷാർപ്പായിട്ട് മൂവ്മെൻറ്റ് തരാം. അപ്പോൾ എനിക്ക് ഇന്ന് വന്ന മേജറായിട്ടുള്ള എൻട്രി വന്നൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, മാർക്കറ്റ് ഓൾമോസ്റ്റ് ബെയറിഷ് ആണെന്ന് എനിക്ക് മനസ്സിലായി. മാർക്കറ്റിൻ്റെ അടുത്ത എയിം എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലോട്ട്, ഈ ഒരു ഏരിയയുടെ ഉള്ളിലോട്ട് എത്താനുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണും അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു രീതിയിലുള്ള റിജക്ഷനും കാണിച്ചപ്പോൾ ഞാൻ മനസ്സിലായി ഇത് സ്റ്റാർട്ടിങ്ങിൽ തരാൻ പോകുന്ന ഒരു മൊമെൻറ്റം അല്ല. ഈ ഒരു മൊമെൻറ്റം ഇന്നത്തെ ഡേ ഫുള്ളി മാർക്കറ്റിൽ നിലനിൽക്കാൻ പോകുന്നൊരു മൊമെൻറ്റം ആണെന്ന് എനിക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ മനസ്സിലായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മേജറായിട്ട് നമ്മൾ മാർക്ക് ചെയ്യും. നമ്മൾ ഈ ഒരു ലെവലിൻ്റെ ഉള്ളിലാണെങ്കിൽ സസ്റ്റെയിൻ ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുക എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മുടെ ഈ ഒരു ക്യാൻഡിലും ഈ ഒരു സെല്ലിംഗ് പ്രഷേഴ്സൊക്കെ ഈ ഒരു ഏരിയയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഏരിയ ഡയറക്റ്റ് ബ്രേക്ക് തന്ന ടൈമിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഡൗൺ സൈഡിലുള്ളൊരു എൻട്രി എടുത്തു. അതേപോലെ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് 130 പോയിൻറ്റ്സ് വളരെ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റി. ഓൾമോസ്റ്റ് 30 പോയിൻറ്റ്സ് മാത്രം നമ്മൾ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തുകൊണ്ടാണ് ചെയ്തത്. മോസ്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ വരെയൊക്കെ സ്റ്റോപ്പ് ലോസ് വെക്കാം. ഇതിന് മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രം നമുക്ക് മാർക്കറ്റ് ഫർദർ ഇനി അപ്സൈഡിലോട്ട് മൂവ്മെൻറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഞാൻ ഈ ഒരു സ്വിങ് ആയിട്ടുള്ള ഈ ഒരു ഏരിയയുടെ ഉള്ളിൽ ഓൾമോസ്റ്റ് ഒരു 30 പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് കീപ്പ് ചെയ്തു. ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഞാൻ കീപ്പ് ചെയ്തത് എന്താണ്, ഫസ്റ്റ് ടാർഗറ്റായിട്ട് കീപ്പ് ചെയ്തത് ഈ ഒരു 84 പോയിൻറ്റ്സ് ആണ്. പക്ഷേ എന്തുകൊണ്ട് 130 പോയിൻറ്റ്സ് വരെ കിട്ടി, ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞു തരുന്ന കാര്യമാണ്. എന്താണ്, മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ്മെൻറ്റ് തരാൻ ഒരു ഡയറക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തിന് നമുക്ക് കിട്ടാനുള്ള പോയിൻറ്റ്സിനെ എന്തിന് നമ്മൾ വിട്ടുകൊടുത്ത് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം. സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി നിങ്ങൾക്ക് വേണം. അതേപോലെ പ്രോഫിറ്റിനെ ട്രയൽ ചെയ്ത് പോകാനുള്ള മെൻറ്റാലിറ്റി വേണം. അതാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത്. എന്താണ്, സ്റ്റോപ്പ് ലോസ് കട്ട് ചെയ്യുക, പ്രോഫിറ്റിനെ ട്രയൽ ചെയ്തുകൊണ്ട് പോകുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന പോയിൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു 84 പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഹാഫ് പോയിൻറ്റ്സ് നമുക്ക് റിസ്ക് ചെയ്യാം. കാരണം എന്താണ്, നമ്മുടെ ആൻറ്റിസിപ്പേഷൻ മോസ്റ്റ്ലി എന്താണ്, ഇതിനുള്ളിലോട്ട് മാർക്കറ്റ് വന്നിട്ടായിരിക്കും മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, മാർക്കറ്റ് റിവേഴ്സായി പോകുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ ഞാൻ വളരെ ഈസി ആയിട്ട് ട്രയൽ ചെയ്തുകൊണ്ട് പോയി. ഏകദേശം ഈ ഒരു പോയിൻ്റൊക്കെ ആയപ്പോഴത്തേന് ഞാൻ എന്ത് ചെയ്തു, ആ ഒരു ട്രേഡിൽ നിന്ന് എക്സിറ്റായി. ഓൾമോസ്റ്റ് നമുക്ക് 130 പോയിൻറ്റ്സ് അടുപ്പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഓൾമോസ്റ്റ് ഹാഫ് പോയിൻറ്റ്സ് നമുക്ക് എവിടെ കിട്ടും, നമുക്ക് ഇൻഡെക്സിൽ കിട്ടും. ഓൾമോസ്റ്റ് 65 പോയിൻറ്റ്സോളം നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റി ഇൻഡെക്സിൽ, അപ്പോൾ ഓപ്ഷൻസിൽ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് എടുത്ത എൻട്രി മോഡലും ഇന്നലെ നമ്മൾ പറഞ്ഞ ലെവൽസിൽ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്തു എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, നാളത്തേക്കുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് ഏതൊക്കെയാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് അത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ നാളത്തേക്ക് മാർക്ക് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ലെവൽസ് എന്ന് പറയുന്നത് ഈ ലെവൽസാണ്. അപ്പോൾ അതിന് ഒന്നാമത്തെ ഒരു മെയിൻ റീസണായിട്ട് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു, നമുക്ക് ഓൾമോസ്റ്റ് ഈ ഒരു ടൈം ആയ സമയത്ത് മാർക്കറ്റ് ഫെർദർ ഒരു അപ്സൈഡിലോട്ടൊരു മൂവ്മെൻറ്റ് തരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, ഈ അപ്സൈഡിലോട്ട് മൂവ്മെൻറ്റ് തന്ന മൂവ്മെൻറ്റിനെ മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ഫെർദർ അപ്സൈഡിലോട്ട് പോകുന്ന മൂവ്മെൻറ്റ് മാർക്കറ്റിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ കറക്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ടതാണ്. കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാലും ഈ ഒരു ലെവലിൽ മുകളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലോട്ട് എത്താനുള്ള നല്ല ചാൻസ് കാണുന്നുണ്ട്. ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് ക്രൂഷ്യലായിട്ടുള്ള ലെവലാണ്. ഈ ഒരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റിന് നല്ല രീതിയിൽ അപ്സൈഡിലോട്ട് പെർഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു ലെവലെന്ന് പറഞ്ഞാൽ
പ്രീവിയസ്ലി സ്ട്രോങ് ആയിട്ട് സെല്ല് കാണിച്ച ഇടത്തു നിന്നും മാർക്കറ്റിനെ ടേക്ക് ചെയ്ത് അപ്സൈഡിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉള്ള കാര്യമുണ്ട്. ഈ ഒരു ലെവലിലോട്ടൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാർക്കറ്റ് എന്ന് പറയുന്നതിൻ്റെ സ്ട്രക്ചർ വീണ്ടും അപ്സൈഡിലോട്ട് മേക്ക് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ്, നേരത്തെ തന്നെ നമുക്കൊരു ചെറിയ സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി, ഈ ഒരു 2 സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മാർക്കറ്റിന് ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കമ്മിങ് മന്ത് എന്ന് പറയുന്നതും കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് ഇനി വരാൻ പോകുന്ന ഡേയ്സ്, അതിനെയാണ് ഞാൻ ആ മന്ത് എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞത്. കമ്മിങ് വീക്സ് മാത്രമല്ല, ഒരു 2-3 വീക്സ് വരെയൊക്കെ മാർക്കറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ അപ്സൈഡിലോട്ട് പെർഫോം ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യേണ്ട ലെവൽ ഈ ഒരു ലെവലാണ്. ഈ ഒരു ലെവലിന് മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. ഈ ഒരു പുഷിനെ മാർക്കറ്റിന് നല്ല രീതിയിൽ ഈ ഒരു പുഷിനെ മാർക്കറ്റിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. അതാണ് നമ്മൾ നാളെ മെയിൻലി നോക്കേണ്ടത്. അതേപോലെ ഡൗൺ സൈഡിലോട്ടാണ് മാർക്കറ്റ് വരുന്നത് എന്ത് ചെയ്യണം, ഇന്നത്തെ ഡേ ലോ ആയിട്ടുള്ള ഈ ഒരു പോയിന്റിനെയും മാർക്കറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺ സൈഡിലോട്ട് വന്നിട്ട് കുറച്ചും കൂടി മാർക്കറ്റിന് ഡൗൺ സൈഡിലോട്ട് വന്നിട്ട് തിരിച്ച് പിന്നെയും സ്ട്രക്ചർ ഷിഫ്റ്റ് കാണിക്കുമ്പോൾ നമുക്ക് അപ്പ് സൈഡിലോട്ട് എൻട്രികൾ പ്ലേസ് ചെയ്ത് പോകാം. ആ ഒരു ടൈമിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ലെവൽസ് നോക്കണം. അപ്പോൾ നാളെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ലെവലിൽ താഴെ പോയാൽ മാത്രം നിങ്ങൾ ഷോർട്ട് ചെയ്യാനായിട്ട് നോക്കുക. മാക്സിമം ഈ ഒരു ലെവലിൽ താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു പുഷിനെ മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഇവിടുന്ന് വന്ന ഈ ബയ്യേഴ്സിനെ കംപ്ലീറ്റ്ലി മാർക്കറ്റ് എന്ത് ചെയ്തു, എലിമിനേറ്റ് ചെയ്തു എന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് നാളെ ട്രേഡ് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം. 23,555 എന്ന ലെവൽ ഡൗൺ സൈഡിൽ, അപ്പ് സൈഡിലോട്ട് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ലെവൽ ഏതാണ്, 23,657 എന്ന ലെവൽ. ആ ഒരു ലെവലിനെ മാർക്കറ്റിനെ ടേക്ക് ചെയ്താൽ ഈ ഒരു ലെവലിലോട്ടും ഈ ഒരു ലെവലിനെ മാർക്കറ്റിനെ നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ലെവലിനെ മാർക്കറ്റ് ടേക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് എൻ്റെ ഒരു അനാലിസിസ് മാത്രമാണ്. വേണമെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് വീണ്ടും പ്രൊജക്ഷൻ കാണിക്കാം. ഈ ഒരു പുഷിനെ മാർക്കറ്റിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്കറ്റിന് ഈ ഒരു ലെവലിനെ ടേക്ക് ചെയ്യാൻ പറ്റും. ഇത് മാത്രമാണ് എൻ്റെ ഒരു ആൻറ്റിസിപ്പേഷൻ. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. അതോടൊപ്പം തന്നെ ഇത്രയും വരെ ഈ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇതുപോലത്തെ വീണ്ടും കണ്ടൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ നിങ്ങൾ ഇപ്പം മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിൽ എന്ത് ചെയ്യുക, ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കയറാൻ പറ്റും. അവിടെ ഞാൻ നിങ്ങൾക്ക് ട്രേഡ് മുന്നേ പറഞ്ഞു തരുവാണോ, അല്ല, ഞാൻ മറ്റേ കോൾസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓരോരുത്തരുടെ കണക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ എന്താണ് മാക്സിമം നിങ്ങൾ തന്നെ എൻട്രീസ് മനസ്സിലാക്കാനും നിങ്ങൾ തന്നെ എങ്ങനെ എൻട്രീസ് പഞ്ച് ചെയ്യണം എന്ന് മനസ്സിലാക്കാനുള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, അതിനെ യൂട്ടിലൈസ് ചെയ്യുക. നമ്മൾ നേരത്തെ തന്നിട്ടുള്ള വീഡിയോസിൽ സ്ട്രാറ്റജീസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ടെലിഗ്രാമിൽ പോയിട്ട് എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അവിടെ പേഴ്സണൽ ഐ ഡി അവിടെ കാണും, അവിടെ വന്നിട്ട് ഈ എൻട്രി മോഡൽ ഞാൻ എടുക്കുന്നത് ശരിയാണോ എന്നുള്ള കാര്യത്തിൽ ചോദിക്കുക. അപ്പോഴാണ് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ റിപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകുമോ, ഇന്ന് മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് വരുമോ, അങ്ങനെ ചോദിച്ചു കഴിയുന്നത് അതിനൊരു അർത്ഥമില്ല. കാരണം മാർക്കറ്റ് ഒരു അൺപ്രഡിക്റ്റബിൾ ആണ്. ഏതൊരു സമയത്തും മാർക്കറ്റിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതിനല്ലേ നമ്മൾ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്നത്. എനിക്ക് തന്നെ മാർക്കറ്റിൽ എന്ത് സംഭവിക്കും എന്ന് നേരത്തെ തന്നെ അറിയാമെങ്കിൽ എനിക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാതെ ട്രേഡ് ചെയ്തൂടെ. അപ്പോൾ ഇത്രയും നാളുകൊണ്ട് ട്രേഡ് ചെയ്തിട്ടും ഞാൻ എന്തുകൊണ്ട് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്നു, എന്തുകൊണ്ട് ആൾക്കാർ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്നു, കാരണം ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ട്രേഡ് ചെയ്യുക. ദാറ്റ്സ് ഓൾ ഗൈസ്.